അതേപോലെ തന്നെ പെരും നുണ പറയുന്ന, ഒരിക്കലും കേട്ടിട്ടില്ലാത്ത മതത്തെ സംബന്ധിച്ചും മറ്റുമൊക്കെ കളവുകൾ പറയുന്ന ആളുകൾ രംഗത്ത് വരുമെന്നാണ്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, പ്രവാചകൻ പറഞ്ഞു, സയകൂനു ഫി ആഖിരി ഉമ്മത്തി ഉനാസുൻ യുഹദ്ദിസൂനകും മാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഫഇയ്യാകും വഇയ്യാഹും. സ്വഹാബികളെ, നിങ്ങൾ കേൾക്കാത്ത, നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കാത്ത ധാരാളം വാർത്തകളുമായി, നിങ്ങളുടെ പൂർവ്വപിതാക്കൾ കേൾക്കാത്ത വാർത്തകളുമായി പല ആളുകളും വരും. നിങ്ങൾ അവരെയും നിങ്ങളെയും സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ ഫിത്നയിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത്. പ്രമാണത്തിലില്ലാത്ത കളവുകൾ പ്രചരിപ്പിക്കുന്ന പെരും കള്ളന്മാരായ ആളുകൾ വരുന്നതാണ്. അവർ സ്വപ്നകഥകളും കള്ളക്കഥകളും മാത്രം പ്രചരിപ്പിക്കും. മതത്തിന് യാതൊരു അടിസ്ഥാനവും ഉണ്ടാവുകയില്ല. അവർ ജനങ്ങളെ ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ക്ഷണിക്കുന്നതാണ്. അതേപോലെ തന്നെ സത്യനിഷേധത്തിലേക്കും മതനിഷേധത്തിലേക്കും മതനിരാസത്തിലേക്കും ക്ഷണിക്കുന്നതാണ്. അവരെ ശ്രദ്ധിക്കണമെന്നാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ജിന്നുകളിൽപ്പെട്ട പിശാചിക്കളും മനുഷ്യരൂപത്തിൽ വന്ന് സംസാരിക്കുമെന്നാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഇന്ന ശൈത്താന ലയതമസ്സലു ഫീ സൂറത്തി റജുലി ഫയഅതിൽ ഖൗമ ഫയുഹദ്ദിസുഹും ബിൽ ഹദീസി മിനൽ കദിബി ഫയതഫറഖൂന ഫയഖൂലു റജുലു മിൻഹും സമിഅതു റജുലൻ ആരിഫു വജ്ഹഹു വലാ അദ്രി മസ്മുഹു യുഹദ്ദിസു. പിശാച് മനുഷ്യന്റെ രൂപത്തിൽ വന്ന് സംസാരിക്കും, കളവുകൾ പറയും, ആളുകൾ അത് കേട്ട് പിരിഞ്ഞു പോകും. എന്നിട്ട് ചില ആളുകൾ പറയും, ആ മനുഷ്യനെ ഞങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ട്, പേരറിയില്ല, പക്ഷേ അയാളെ അറിയാം എന്ന് പറഞ്ഞാൽ വ്യക്തതയില്ല, പിന്നീട് ആളുകളെ കാണുന്നുമില്ല. അങ്ങനെയുള്ള അവസ്ഥയുണ്ടാകുമെന്നാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത്, ഇന്ന ഫിൽ ബഹരി ശയാത്തീന മസ്ജൂനതൻ ഔസഖഹ സുലൈമാൻ യൂഷികു അൻ തഖ്റുജ ഫതഖറഅ അലന്നാസി ഖുർആന. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ അടച്ച ചില ശൈത്താനുകൾ കടലിലുണ്ട്. അവർ ഇറങ്ങിപ്പുറപ്പെട്ട് ജനങ്ങൾക്ക് ഖുർആൻ ഓതുന്നു എന്ന വ്യാജേന ഖുർആൻ അല്ലാത്തത് ഓതിക്കൊടുക്കുന്ന ഒരു കാലം വരും എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നത്.